ഹാപ്പി ഓണം കഴിഞ്ഞ് എന്നാലും ഹാപ്പി ഓണം. ഉത്രാടത്തിൻ്റെ അന്നൊരു വൈകുന്നേരമായിട്ട് ഇറങ്ങി കുറച്ച് പച്ചക്കറികളും പായസത്തിനുള്ള മിക്സും അതും ഇതൊക്കെ വാങ്ങാൻ. കുറേ കപ്പ് തലേ ദിവസം തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ പോയി വാങ്ങിച്ചു. റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഓണത്തിൻ്റെ ആയിട്ട് വീട്ടിൽ പോണതും ഒക്കെ ആയിട്ടായിരിക്കും നല്ല തിരക്കായിരുന്നു. പച്ചക്കറിക്കൊന്നും വലിയ റേറ്റൊന്നും ഉണ്ടായില്ല, പക്ഷേ പൂക്കൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അതിന് വന്ന് കണക്ക് നോക്കി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പള്ളിയിൽ പോയി. ചന്ദനക്കുറിയൊക്കെ തൊട്ട് പള്ളിയിൽ പോയപ്പോൾ ഞാൻ മാത്രം ജീൻസും ടോപ്പ്, ബാക്കി എല്ലാവരും സെറ്റ് സാരി. സൂപ്പറായിരുന്നു. പിന്നെ മാവേലി അവിടെ കുറേ നേരം ഇതെൻ്റെ അലീഷ, കുറേ നാളത്തെ അവളെ കാണുന്നത്. അവളുടെ അടുത്ത് കുറേ നേരം വർത്താനം പറഞ്ഞു. 5ാം ക്ലാസ് തൊട്ട് എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് കൊച്ചായിരുന്നു അവൾ. പിന്നെ അമ്മമാരുടെ തിരുവാതിരയും ഡാൻസ് കളികളൊക്കെ ഉണ്ടായിരുന്നു. അമ്മൂമ്മയുടെ ഡാൻസ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുമോൾ അതാണത്. ആ പച്ച ധാവണി എടുത്തതാണ് അമ്മ. പിന്നെ അവിടെ പായസം ഉണ്ടായിരുന്നു, അവൾക്ക് ഞങ്ങൾ കൂടി കഴിച്ച്. നല്ല മധുരമായിരുന്നു, നല്ല മധുരം ഓവറായിരുന്നു. ഒരുത്തേനെ പായസം പശു ചോക്കണമല്ലോ ചേക്കും. പിന്നെ അവരുടെ വക ഓണമൂട് വെച്ച് ഒരു ഡാൻസ് കളി ഉണ്ടായിരുന്നു. കൊള്ളാം, എല്ലാവരും നന്നായിട്ട് കളിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ പോകുന്നുള്ളാൻ തുടങ്ങി. അമ്മ പച്ചക്കറിക്കുള്ള അരിയാൻ തുടങ്ങി. തലേ ദിവസം ഒന്നും ചെയ്തില്ല, മഴ പിടിച്ച് അങ്ങനെ തന്നെ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരുത്തൻ എണീറ്റ് വന്നത് തന്നെ. എന്നിട്ട് പാമ്പളെ കുറച്ച് സഹായിച്ച് അരിഞ്ഞും പിടിച്ചൊക്കെ തന്നു. ഒരു കണക്കിനെല്ലാം നുള്ളിയെടുത്ത് അവസാനം ഒരു തുളസിക്കതിര് നടുക്ക് വെച്ച് ആ തുളസിക്കതിര് വാടാവല്ലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നേരെ വെക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അതിന് ആ മഞ്ഞ എന്താ പറയുക ജമന്തി, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതായിരുന്നു എൻ്റെ പൂക്കളം. അതിന് ഞങ്ങൾ സദ്യയും കഴിച്ച് ഇരുന്നു. അങ്ങനെ ഇക്കൊല്ലത്തോണം കഴിഞ്ഞു. മനസ്സമ്മത് വീട്ടിൽ പോയി തിരിച്ച് വന്ന വഴിക്ക് കുറച്ച് പിള്ളേർ നബിദിനം ഓണാഘോഷം ഒരുമിച്ച് കൊണ്ടാടിക്കൊണ്ട് കൊണ്ടായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മദ്രാസ് സിനിമ കണ്ടു. ഉറങ്ങിയൊരു ഭാഗ്യമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഫെഡറൽ ബാങ്ക് ഓണ സെലിബ്രേഷൻ ക്രിസ്മസ് പോലെ ആഘോഷിച്ചേക്കണ്. വൈകുന്നേരം രാത്രി ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ജിൽ നിൽക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സിട്രസിൽ കയറി അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും ആലുവ ഒരു മനുഷ്യനിലാലുവ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കിയിട്ട് സ്ട്രീറ്റ് ലൈറ്റും കണ്ട് വീട്ടിൽ പോകണം. ഓക്കെ, ബൈ.